നമസ്കാരം. കുട്ടനാടിന്റെ കഥാകാരൻ തകഴി ശിവശങ്കര പിള്ളയുടെ ഹൃദയസ്പർശിയായ ഒരു കഥയാണ് വെള്ളപ്പൊക്കത്തിൽ. എല്ലാ സർഗസൃഷ്ടികൾക്കും ഓരോ കാലഘട്ടത്തിലും സമൂഹത്തോട് ചിലത് പറയാനുണ്ടാകും. വെള്ളപ്പൊക്കത്തിൽ എന്ന തന്റെ കഥയിലൂടെ തകഴി അവതരിപ്പിച്ചിരിക്കുന്നത് കാലിക പ്രസക്തമായ ഒരു വിഷയം തന്നെയാണ്. പ്രകൃതിയോടും മറ്റ് ജീവജാലങ്ങളോടുമുള്ള മനുഷ്യന്റെ സമീപനം വളരെ തന്മയത്വത്തോടെ കഥാകൃത്ത് ഈ കഥയിൽ അവതരിപ്പിച്ചിരിക്കുന്നു. 1928 മഹാപ്രളയത്തിന്റെ പശ്ചാത്തലത്തിൽ കുട്ടനാട്ടിൽ നടക്കുന്ന ഈ കഥ ആരംഭിക്കുന്നത് ഒരു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയുടെ കഴുത്തുവരെ വെള്ളത്തിൽ മുങ്ങിയതിന്റെ വിവരണത്തോടെയാണ്. വെള്ളപ്പൊക്കം പലരെയും ക്ഷേത്രത്തിന്റെ മുകൾ നിലയിൽ അഭയം തേടാൻ നിർബന്ധിതരാക്കി. വെള്ളപ്പൊക്കത്തിൽ ഒറ്റപ്പെട്ടു പോയ ഒരു നായയാണ് ഈ കഥയിലെ പ്രധാന കഥാപാത്രം. തന്റെ യജമാനായ ചേന്നൻ പറയനും കുടുംബവും ജീവരക്ഷാർത്ഥം വള്ളത്തിൽ കയറി രക്ഷപ്പെടുമ്പോൾ അവനെ മാത്രം കൂടെ കൂട്ടാൻ മറന്നുപോകുന്നു. പിന്നീട് അങ്ങോട്ട് നായയുടെ ഓരോ ചലനങ്ങളും വളരെ സൂക്ഷ്മമായി തന്നെ കഥാകൃത്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. വിശപ്പിന്റെ തീവ്രതയും ഒറ്റപ്പെടലിന്റെ വേദനയും ഒക്കെ ഉണ്ടെങ്കിലും തന്റെ യജമാനോടുള്ള വിശ്വസ്തതയ്ക്ക് അവൻ കോട്ടം വരുത്തുന്നില്ല. സ്വജീവൻ പണയപ്പെടുത്തിയും യജമാനന്റെ നിലംപൊത്താറായ കുടിലിനും വസ്തുക്കൾക്കും അവൻ കാവൽ നിൽക്കുന്നു. ഏതെങ്കിലും ഒരു വള്ളത്തിൽ തന്റെ യജമാനൻ തന്നെ രക്ഷിക്കാൻ എത്തുമെന്ന പ്രതീക്ഷയുള്ളതുകൊണ്ടാവാം വള്ളങ്ങൾ കടന്നു പോകുമ്പോൾ അവൻ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്നതും ദയനീയമായി കുരയ്ക്കുന്നതും. തന്റെ യജമാനന്റെ പറമ്പിലെ വാഴക്കുല മോഷ്ടിക്കാൻ ഒരുങ്ങുന്ന കള്ളന്മാരെ തുരത്തി ഓടിക്കാൻ നായ നടത്തുന്ന ശ്രമവും, വിശപ്പ് സഹിക്കാനാവാതെ ഒഴുകി വന്ന പശുവിന്റെ ജഡം കഴിക്കുന്നതും, അനക്കം കേൾക്കുന്നിടത്തേക്ക് ഒക്കെ നോക്കി കുരയ്ക്കുന്നതുമെല്ലാം കഥാകൃത്ത് വളരെ കൃത്യമായി അവതരിപ്പിക്കുന്നത് ഈ ദൃശ്യങ്ങളൊക്കെ വായനക്കാരന്റെ മനസ്സിൽ ഒരു നേർക്കാഴ്ച പോലെ തെളിഞ്ഞു നിൽക്കാൻ സഹായിക്കുന്നു. നായയുടെ ജീവൻ നഷ്ടപ്പെടുന്ന രംഗം കഥാകൃത്ത് കഥയിൽ നേരിട്ട് അവതരിപ്പിച്ചിട്ടില്ല. പക്ഷേ മുതല പിടിക്കുന്നതുവരെ അവൻ അവന്റെ യജമാനന്റെ വീടിന് കാവൽ നിന്നു എന്ന് പറയുമ്പോൾ മുതല പിടിച്ചിട്ടാണ് ആ സാധുജീവിക്ക് തന്റെ ജീവൻ നഷ്ടമായതെന്ന് നമുക്ക് മനസ്സിലാക്കാം. വെള്ളമെല്ലാം ഇറങ്ങിയ ശേഷം ചേന്നൻ തന്റെ നായയെ അന്വേഷിച്ചു വരുന്ന രംഗം തകഴി അവതരിപ്പിച്ചിട്ടുണ്ട്. സ്വജീവൻ രക്ഷിക്കുന്ന തിരക്കിൽ തന്റെ വീടിനും സ്വത്തിനും ഇത്രയും നാൾ കാവൽ നിന്ന തന്റെ നായയെ രക്ഷിക്കാൻ മറന്നുപോകുന്ന യജമാനൻ മനുഷ്യനിൽ ഒളിഞ്ഞു കിടക്കുന്ന സ്വാർത്ഥതയുടെ പ്രതീകമായി അവതരിപ്പിക്കപ്പെടുന്നു. തന്റെ നായയെ അന്വേഷിച്ചു വന്ന ചേന്നന് കാണാൻ കഴിഞ്ഞത് നായയുടെ അഴുകിയ ശവശരീരം മാത്രമാണ്. വായനക്കാരന്റെ മനസ്സിൽ ഒരു മുറിവ് അവശേഷിപ്പിച്ചുകൊണ്ടാണ് ഈ കഥ അവസാനിക്കുന്നത്. വായനയ്ക്ക് ശേഷം നായയുടെ ദൈന്യത നിറഞ്ഞ മുഖം വായനക്കാരുടെ മനസ്സിൽ തങ്ങി നിൽക്കും. ഒപ്പം അവന്റെ ദീനരോധനങ്ങൾ ചെവിയിൽ മുഴങ്ങിക്കേൾക്കുകയും ചെയ്യും. മനുഷ്യന്റെ സ്വാർത്ഥതയുടെയും ഒരു നായയുടെ വിശ്വസ്തതയുടെയും കഥയെന്ന് നമുക്ക് ഒറ്റവാക്യത്തിൽ ഇതിനെ പറയാം. സ്വജീവൻ രക്ഷിക്കുന്നതിനു വേണ്ടി വള്ളത്തിൽ ചാടിക്കേറിയ പൂച്ചയും നായയുടെ കരച്ചിൽ കേട്ട് സഹതപിക്കുന്ന മറ്റു ചിലരുമൊക്കെ ഈ കഥയിൽ കഥാപാത്രങ്ങളായുണ്ട്. സമകാലിക സംഭവങ്ങളുമായി ചേർത്ത് വായിക്കുമ്പോൾ ഈ കഥ ഇന്നും പ്രസക്തമാണ്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഈ കഥയിലെ കഥാപാത്രങ്ങൾ ഇന്നും വായനക്കാരുടെ മനസ്സിൽ ജീവിക്കുന്നുണ്ട് എങ്കിൽ അതിനു കാരണം തകഴി എന്ന കഥാകൃത്തിന്റെ സർഗശേഷിയും വീക്ഷണങ്ങളുമാണ്. നന്ദി.